റഷ്യൻ പടക്കപ്പൽ തകർത്ത യുക്രൈൻ സൈന്യം. അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ഞെട്ടലിൽ ആണിപ്പോൾ റഷ്യ. ക്രിമിയൻ തുറമുഖം ആക്രമിക്കപ്പെട്ടതായും റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഷ്യയുമായുള്ള യുദ്ധത്തിൽ അടുത്ത കാലത്തായി പിന്നോട്ടു പോയ യുക്രൈൻ സൈന്യം ഒടുവിൽ ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ക്രിമിയൻ തുറമുഖത്ത് നങ്കൂരമിട്ട റഷ്യൻ നാവികസേനയുടെ ഒരു വലിയ പടക്കപ്പലാണ് രാത്രിയുടെ മറവിൽ യുക്രൈൻ സൈന്യം തകർത്ത് കളഞ്ഞത്. ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചാണ് തുറമുഖത്ത് ആക്രമണം നടത്തിയതെന്ന് യുക്രൈൻ സൈന്യം പറഞ്ഞു. കപ്പൽ തകർന്നതിനോടൊപ്പം ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കുകൾ പറ്റിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കരിങ്കടൽ പ്രദേശത്ത് കൂടുതൽ യുക്രൈനിയൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന റഷ്യയ്ക്ക് ഇത് കനത്ത പ്രഹരമാണ് കിട്ടിയത്. ടാങ്കുകളും സായുധ സൈനിക വാഹനങ്ങളും സൈനികരെയും പോർക്കളത്തിലെത്തിക്കുവാനായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന നോവ ചെർക്കാസ്ക് എന്ന കപ്പലാണ് സർവീസിൽ തിരികെ എത്തുവാൻ സാധിക്കാത്ത വിധത്തിൽ തകർന്നുപോയത്. സ്ഫോടക വസ്തുക്കൾ അമിതമായി ഉപയോഗിച്ചതുകൊണ്ടാണ് കപ്പൽ തകർന്നതെന്ന് റഷ്യൻ വ്യോമസേനാ വക്താവും വ്യക്തമാക്കി. തുറമുഖ ആക്രമണത്തിന് യുക്രൈൻ ഉപയോഗിച്ച മിസൈലുകൾ നൽകിയത് ഫ്രാൻസും ബ്രിട്ടനുമാണ്. നേരത്തെ കരിങ്കടൽ പ്രദേശത്ത് കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന് റഷ്യ ചില സൂചനകൾ നൽകിയതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ തിരിച്ചടി ഇപ്പോൾ നേരിടേണ്ടി വന്നത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.